ആൾക്കൂട്ടവും സംഘടനകളും ഭരണഘടനയ്ക്ക് മുകളിലേക്ക് വളരുന്നതായി മതന്യൂനപക്ഷങ്ങൾ ആശങ്കപ്പെടുമ്പോൾ മതഭൂരിപക്ഷമാകട്ടെ കേന്ദ്ര ഫാസിസ്റ്റ് ഭരണകൂടവുമായി ചേർന്നുകൊണ്ട് ഏത് വിധേനയും ഇന്ത്യൻ ഭരണഘടനയെ പൊളിച്ചെഴുതാനുള്ള കുതന്ത്രങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. രാജ്യ തലസ്ഥാനത്താണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റാണോ ജുഡീഷ്യറിയാണോ വലുത് എന്നുള്ള തർക്കത്തെ തുടർന്ന് ഇന്ത്യയുടെ പ്രഥമ ഉപപൗരൻ രാജിവെച്ച് പുറത്തു നിൽക്കുന്നു. എന്നാൽ പരമോന്നത നീതിപീഠം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വിളിച്ചു പറയുന്നു, ഇന്ത്യൻ ജുഡീഷ്യറി തന്നെയാണ് ഒന്നാമതെന്ന്. അതിനാലാണ് നമുക്കുള്ള ഏക ആശ്വാസവും. ഇപ്പോഴിതാ നാനാജാതി മതങ്ങളും വിവിധ വൈവിധ്യങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും ഉൾക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അപ്പാടെ അനുസരിച്ച് ഭരണം നടത്തുന്ന നമ്മുടെ കൊച്ചു മലയാള നാട്ടിലേക്ക് പുതിയ സംസ്കാരം പഠിപ്പിക്കാൻ വിജ്ഞാൻ സഭ എന്ന പേരിൽ ഒരു സംഘടന ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മാത്രമല്ല, അമേരിക്കയ്ക്ക് പോലും നമ്മുടെ നാട് കണ്ണിലെ കരടാണ്. കാരണം ജാതീയതയെയും മതാന്തതയെയും അടിച്ച് പുറത്താക്കിയ നാടാണല്ലോ നമ്മുടെ നാട്. അതിനാൽ നാമും നമ്മുടെ മക്കളും രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ സംസ്കാരവും പൈതൃകവും ഊട്ടി ഉറപ്പിച്ച് കെട്ടുപിടപ്പോടെ നമ്മൾ മുമ്പോട്ട് ജീവിച്ചു പോകണമെന്നാണ് എൻ്റെ പക്ഷം.